പിന്നെ നോക്ക അല്ല നമ്മളിന്നിപ്പോ എന്താണ് പ്ലാൻ എന്താ ഉണ്ടാക്കാൻ വിചാരിച്ചിരിക്കുന്നത്? അപ്പൊ എന്നാ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം. ആയിക്കോട്ടെ, വെള്ളം ഈ ചൂടത്ത് നല്ലതല്ല. ഏതായാലും ഇത്രയും നല്ലൊരു കടലോരം പുഴയോരം നമുക്ക് കിട്ടും കേട്ടോ. അല്ല എല്ലാം അതിന്റെ രസമാണല്ലോ. കടലോരം പുഴയോരം, കടലോരത്തൊക്കെ നമ്മള് പലതും ചെയ്തല്ലേ. അല്ല ഫിറോസ് ഖാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കേണ്ടത്. പുഴയോരത്ത് പൂന്തോണിയെത്തിയില്ല, പുഴയോരത്തിൽ പൂന്തോണിയെത്തിയില്ല, മന്ദാരം പൂക്കും പുഴയാണ് പണ്ട് കാര്യമില്ല. പക്ഷെ ഇവിടെ എന്താ അറിയോ, നമുക്ക് നല്ല വെള്ളം കിട്ടണമെങ്കിലേ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരണം. ഫിറോസ് കുഴപ്പമില്ല വെട്ടണ കാര്യത്തില് അല്ലേ നൗഷാദേ? വെട്ടാനോ വെള്ളുള്ളി ചാക്കുണ്ട് അല്ലേ? ചതക്കാനില്ലെങ്കിലേ പണ്ടേ സ്കൂൾ പഠിച്ച അതെ. അത് ശരി, അത് ശരി. അപ്പോൾ നമ്മൾ ഇന്നിവിടെ കപ്പ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതിന് കപ്പ വാങ്ങിക്കേണ്ട ഒരു 4-5 കിലോമ്പോളം കപ്പുണ്ട്. കപ്പ ബിരിയാണി ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ. എല്ലാം വൃത്തിയാക്കില്ലാന്നുണ്ടെങ്കിലേ. പിന്നെ യൂസുഫ് കാ തറൂ തറൂ നൗഷാദ് ഇതിലേ ഒരുപാട് ചളിത് നല്ല ശരിക്ക് കഴുകി എടുക്കേണ്ടി വരും കേട്ടോ. നല്ല അടിപൊളി കപ്പ കേട്ടോ. അതെ, കപ്പ നല്ല കണ്ടിട്ടേ നല്ല പൊടിയുള്ള ടൈപ്പാണ് അല്ലേ. നല്ല രണ്ടാളെ ഇരുത്തും കണ്ടാ തോന്നും ഇത് എവിടെ നിന്നാണ് ഇപ്പോൾ ഇത് വിചാരിച്ചു അല്ലേ കബീർക്ക അല്ലേ? യൂസുഫാക്ക് ഇതിന് മുമ്പ് ഇങ്ങനെ പരിപാടി പുഴയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഇവിടെ നമുക്ക് ശരിക്കേ ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ വെള്ളം കൊണ്ടുപോകണം. അടിപൊളി അടിപൊളിയായിട്ട് നല്ല ഉഷാറായിട്ട് കഴിക്കിയിട്ടുണ്ട് യൂസുഫാക്ക്. ഞങ്ങൾ കഴിഞ്ഞാൽ ഒഴിവാക്കാം നമുക്ക്. കുറച്ച് കാണാൻ മതി. ഓക്കെ കേട്ടോ. ഇതല്ല ഇതിന്റെ അപ്പുറവും കേറി കടന്നവനാണ് ഈ കാരാത്തോട് യൂസുഫ് ഭായ്. അപ്പോൾ അങ്ങനെ ഗൈസ് നമ്മുടെ കപ്പൊക്കെ കഴുകി വൃത്തിയാക്കി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വേവിക്കാൻ വേണ്ടി. കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ചെറിയൊരു മഞ്ഞ കളർ ഉണ്ടാകുമ്പോൾ ഒരു കളർഫുള്ളാണ് നമ്മുടെ കപ്പ ബിരിയാണിക്ക്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കൂടുതലായിട്ടൊന്നും ഇടണ്ട, നമുക്ക് ഇറച്ചിയിലും നമുക്ക് പിന്നെ ഉപ്പിടാനുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. പോലെക്കാൾ മൂടെടുക്കാം. യൂസുഫ അതങ്ങനെ കത്തിക്കോളൂ. നമുക്ക് ഇറച്ചി കഴിക്കാലോ. അപ്പം എന്നാൽ ഒന്ന് മൂന്നാല് പ്രാവശ്യം നമ്മൾ കേക്ക് എടുക്കാം കേട്ടോ.
നല്ല ബീഫാണ് അല്ലേ? സൂപ്പർ ബീഫ് കേട്ടോ. നമുക്ക് കപ്പ ബിരിയാണിക്ക് പറ്റിയ ബീഫാണ്. എല്ലാം ഉണ്ട്, നെയ്യുണ്ട്. നമ്മൾ വിചാരിച്ചില്ലേറെ സംഗതി ബീഫ് സൂപ്പർ ആയിരുന്നു, അടിപൊളി. നെയ്യുണ്ട്, എല്ലുണ്ട്, എല്ലാം ഉണ്ട്. ശരിക്കും അങ്ങനെ വേണം, എല്ലാം വേണം നമ്മൾ കപ്പ ബിരിയാണി വെക്കുമ്പോഴേ. അപ്പോൾ നമുക്കിനി അടുപ്പ് കൂട്ടാം. നമുക്ക് ബീഫ് വെക്കാൻ ഉള്ള അടുപ്പ് സെറ്റ് ചെയ്യാണ്. കർപ്പൂരം കൊടുത്ത് കത്തിക്കാം. പെട്ടെന്ന് കത്തി പിടിക്കാൻ വേണ്ടിയിട്ട് കർപ്പൂരം ഇട്ട് കൊടുക്കുക. കർപ്പൂരം ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് കത്തി പിടിക്കും. അപ്പം അങ്ങനെ നമ്മൾ കത്തിക്കുകയാണ്. ആ അങ്ങനെ അടുപ്പ് കത്തിച്ചു, കത്തിക്കൽ നടന്നു. ഓക്കേ, ആഹാ. അപ്പം നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്, കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇറച്ചി വയ്ക്കാൻ വേണ്ടി ചെമ്പട്ടി വെക്കട്ടോ. ഓക്കെ, നമുക്ക് എണ്ണ പറന്ന് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് ശരിക്കൊന്ന് മൂത്ത് വന്ന വരെ ഒന്ന് വാട്ടിയെടുക്കാം നമുക്ക്. അങ്ങനെ പിന്നെ വെളുത്ത ഉള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, പിന്നെ പച്ചമുളക് ചതച്ചത്. ഇത് നമ്മൾ കപ്പ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അതിക്ക് നമ്മൾ ഇറച്ചി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇഞ്ചി, വെളുത്ത ഉള്ളി, പിന്നെ പച്ചമുളക് ചതച്ചത്, അതെല്ലാം കൂടെ ഇട്ട് ഇതിൻ്റെ പച്ചപ്പ് ഒന്ന് മാറുന്നത് വരെ ഒന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇറച്ചിട്ട് കൊടുക്കാം. ഓക്കെ, ഇനി അവിടെ നോക്കൂ. അവിടെ ഒന്ന് തിരിച്ച് കത്തിച്ച് നോക്കണം തമ്മിൽ. കുറച്ച് നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, കുറച്ച് കുരുമുളക്, ഇതൊക്കെ ഞാനൊരു കമ്മട്ടത്തിലായിട്ട് ഇടുന്നത്. പിന്നെ മല്ലിപ്പൊടി, കുറച്ച് ഇറച്ചി മസാല. ഓക്കെ, ആ ഒക്കെ ഒരു സുമാറാണ്, ഒന്നിനൊരു കണക്കില്ല. വെള്ളം കുറച്ച് വെള്ളം കൂടെ പറന്ന് വേവിക്കേണ്ടി വരും ഇറച്ചി ക്രോസ. കപ്പ ബിരിയാണിക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ദമ്മിടാനുള്ള പണി നോക്കാം കേട്ടോ. ഓക്കെ ഓക്കെ, നമുക്ക് ഈ സമയത്ത് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ നേരത്ത് ഗരം മസാല ചേർത്ത് കൊടുത്താൽ നല്ലൊരു മണം, നമുക്ക് ഗരം മസാലയുടെ നല്ലൊരു മണം ഈ സമയത്ത് കിട്ടും. ഗരം മസാല പിന്നെ യൂസുഫ് കാ ആദ്യം ചെയ്യരുത്. ആദ്യം ഗരം മസാല കൊടുത്തുള്ള കുഴപ്പം എന്താ അറിയോ, അതിൻ്റെ മണം ഇങ്ങനെ പോയി 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 അവസാനം എന്താവും, മണം കിട്ടാത്ത വരും. ടൈമിങ് ഓരോ പിന്നെ കൂട്ട് ചേർക്കണതിലും ടൈമിങ് പ്രധാനമാണ്, അതിൻ്റെ സ്റ്റേജ് പ്രധാനമാണ്. കപ്പ ദമ്മിടാണ്.
ദമ്മിടാൻ വേണ്ടിയിട്ട് നമ്മൾ ബിരിയാണിയിൽ ദമ്മിടാൻ നമ്മൾ ഉള്ളി പൊരിച്ചിടുമല്ലോ എന്ന പോലെ ചില ആളുകൾ ചുവന്ന മുളക് ഇടും, വറ്റൽ മുളക് കറി അതും ചെയ്യലുണ്ട് ചില ആളുകൾ. പക്ഷേ നമ്മൾ നാച്ചുറൽ ഉണക്കമുളകല്ലേ ഉണക്കമുളക് ചെറുവിടും. പക്ഷേ അപ്പോഴും ടേസ്റ്റിന് വ്യത്യാസം വരുന്നുണ്ട്. ബീഫ് ആയതുകൊണ്ട് അതൊക്കെ ശരിക്ക് വെജിറ്റബിൾ ഐറ്റംസൊക്കെയാണ്. കടുക്, വറ്റൽ മുളകുകളൊക്കെ നമ്മൾ താളിച്ചിടുക അല്ലെങ്കിൽ വറുത്തിടുന്നതൊക്കെ വെജിറ്റബിൾ ഐറ്റംസൊക്കെയാണ് അത് ടേസ്റ്റ് കൂട്ടുക. നമ്മളെ മീറ്റ്, ഇറച്ചി, മീൻ, ചിക്കന് അതിക്കൊന്നും കടുക് പിന്നെ ചുവന്ന മുളക് അതൊക്കെ ഇടുമ്പോൾ ഒരു വേറൊരു ലെവലിൽ തന്നെ ടേസ്റ്റ് പോകും. അപ്പോൾ നമ്മളിപ്പോൾ കപ്പ ബിരിയാണിക്ക് കാര്യമായിട്ട് നമ്മൾ ദമ്മിടുമ്പോൾ ചെയ്യുന്നത് കറിവേപ്പില പിന്നെ എണ്ണയിൽ ചൂടാക്കിയിട്ട് നമ്മളത് അതിൻ്റെ മേലിട്ട് കണ്ട് ദമ്മിടുകയാണ് ചെയ്യുന്നത്. പിന്നെ പച്ചമുളകും ഇതേപോലെ ചെയ്യാൻ പറ്റും, പക്ഷേ അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നില്ല. ചില ആളുകൾ വെള്ളുള്ളി പിന്നെ തൂമ്പിച്ച് കണ്ടും ചെയ്യുന്നത് കാണാം. അപ്പം ഈ വെള്ളുള്ളിൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതൊന്നും നമ്മൾ ചെയ്യാം, നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാം. അപ്പം നമ്മുടെ കപ്പ ബിരിയാണിക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ദമ്മിടാനുള്ള പണിയാണ് നോക്കുന്നത്. ഇത് വേപ്പിലല്ലേ നമ്മൾ ഇത് നമ്മുടെ വേപ്പിൻ്റെ അല്ല, കുറച്ച് നമുക്ക് എണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കാണ്ട് അവിടെ ദമ്മിടട്ടാ മൂടിക്കാളെ. അപ്പം നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ ദമ്മിട്ടിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. അടുത്തായിട്ട് സഫർ ഖാൻ്റെ ഒരു സോങ് കേൾക്കാം. ഓക്കെ. പാതിരാക്കിളി ഒരു പാൽക്കടൽ കിളി ഓണമായിര തിരുവോണമായിര പാടിയാടിയ. നമ്മുടെ കപ്പ ദമ്മ് ചെയ്തിരിക്കുകയാണ്. ഫിറോസ്ക ഇതുപോലെ കണ്ടിട്ടുണ്ടോ? കപ്പ ബിരിയാണി ദമ്മ് വെക്കണമൊക്കെ കണ്ടിട്ടുണ്ടോ? ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്യണം, മിക്സ് ചെയ്തെടുക്കണം. കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നൗഷാദക്ക പിന്നെ കൂടുതലും വണ്ടിയിലൊക്കെ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് പുറത്തുനിന്നൊക്കെ നല്ലോണം കഴിച്ചിട്ടുണ്ടാവും. ഇതിൽ ശരിക്കേ നമ്മളെ ബോട്ടി ഉണ്ടല്ലോ അത് ഫ്രൈ ചെയ്ത് കാണ്ടും കൂടി പൊരിച്ചിട്ട് പിന്നെ മിക്സ് ചെയ്യാൻ പാടില്ല. അത് പൊരിച്ചിട്ട് എന്ത് ചെയ്യണം അറിയാം, ഒരു കുറച്ച് റെഡ് പിന്നെ കബീർ ഭായ് കേൾക്കണ്ട ഫിറോസ് ഭായ് യൂസുഫ് ഖാൻ ശരിക്കും തട്ടുകടിയിലൊക്കെ എന്ന് പറഞ്ഞാൽ കപ്പ വേറെയും പിന്നെ ബീഫ് കറി വേറെ ആയിട്ടാണ് ഉണ്ടാക്കുക. എന്നിട്ട് പിന്നെ ആൾ വരുന്നതിന് ഓർഡറിനനുസരിച്ച് ശരിക്ക് അവർ മിക്സ് ചെയ്ത് കണ്ട് പെട്ടെന്ന് തരിക ചെയ്യുക. അത്ര വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല, അറിയാലോ. നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴൊരു ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാം ഒരുമിച്ചല്ല ഉണ്ടാക്കണേ. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറിട്ട് നിൽക്കും. അപ്പോൾ ഏതായാലും നമുക്ക് വിളമ്പി നമുക്ക് കഴിക്കാനുള്ള പരിപാടി നോക്കാം അല്ലേ? ഓക്കെ ഫിറോസ്ക, അപ്പം നമുക്ക് കഴിക്കാം അല്ലേ? എല്ലാവരും റെഡിയല്ലേ? ഹായ് ഗൈസ്, അപ്പം അങ്ങനെ നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ചെറുതായിട്ട് ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്ത് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. മല്ലിച്ചപ്പ്, ചെറുതായിട്ട് സവാള അരിഞ്ഞത് എല്ലാം വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് കഴിക്കണ കൂടുതൽ അതിങ്ങനെ കടിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും ചപ്പിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരുമ്പോൾ ഒന്നും കൂടെ ഒരു വെറൈറ്റി ടേസ്റ്റാണ് കപ്പ ബിരിയാണിക്ക്. അടിപൊളി ടേസ്റ്റ് കേട്ടോ, അടിപൊളി.